എന്നുള്ള ഭാഗം തുറന്ന് പറയാൻ സാധിക്കുന്നതാണ് എൻ്റെ ജീവിതം. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ നമ്മളോട് പറയും, ഓ എനിക്ക് അങ്ങനെ തോന്നണം. അപ്പോൾ നിനക്ക് അങ്ങനെ തോന്നാൻ പാടില്ല, മനസ്സിലായോ? അല്ലെങ്കിൽ ഇങ്ങനെ തോന്നുന്നു, അങ്ങനെ തോന്നാൻ പാടില്ല എന്ന് നമ്മളാണ് തീരുമാനം എടുക്കുന്നത്. അതോടെ അവരുടെ ആ സത്യസന്ധമായ അവസ്ഥയെ നമ്മൾ കട്ട് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നിൽക്കുന്നതോ എവിടെയും ഇല്ലാത്ത, അല്ലെങ്കിൽ യാതൊരു തെളിവും യാതൊരു അനുഭവവും ഇല്ലാത്ത ഒരു ദൈവമുണ്ടെന്നും പറഞ്ഞ്, അല്ലെങ്കിൽ പള്ളിയിൽ പോയാലും അമ്പലത്തിൽ പോയാലും നമുക്ക് ശാന്തി കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടിരിക്കുക. അതായത് എന്താണെന്ന് പരിശോധിക്കാൻ പോലും തയ്യാറാത്തവരെ സംബന്ധിച്ച് ഉറപ്പിച്ചിരിക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു കല്ലിരിക്കുന്ന കണ്ടില്ലേ, ആ കല്ലവിടെ അനങ്ങാതിരിക്കുക. എന്തുപോലെ മനുഷ്യനിരിക്കാൻ പറ്റൂല. ഇപ്പോൾ എന്താണ് അവനെ സ്വാധീനിക്കുന്നത്, ആ സ്വാധീനിക്കുന്നത് ഇങ്ങനെയാണെന്ന് എല്ലാവർക്കും തുറന്ന് പറഞ്ഞ്, ആ തുറന്ന് പറഞ്ഞത് കേൾക്കാനുള്ള ആ ഒരു മെച്യൂരിറ്റിയാണ് ഓരോരുത്തർക്കും വേണ്ടത്. ഇതങ്ങനെയൊന്നുമില്ല. ഇതെല്ലാവരും കല്ലുപോലെ ഇരുന്നിട്ട് ഇങ്ങനെയേ പാടുള്ളൂ എന്നുള്ള ഭാഗത്ത് അങ്ങനെയല്ല. അങ്ങനെയുള്ള കള്ളന്മാരാണ്, മനസ്സിലായോ? അവനവൻ്റെ കാര്യങ്ങൾ തുറന്ന് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ അവരെ ഉള്ളിൽ കള്ളത്തരാണ്. കാരണം അത് നാളെ മാറ്റി പറയേണ്ടി വന്നാൽ മാറ്റി പറയണം. അല്ലാതെ ഞാൻ പറഞ്ഞ വാക്ക് മാറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാറ്റി പറയാനുള്ള അവസ്ഥയെ ഭയന്നുകൊണ്ട് നമ്മൾ ഒരേ അവസ്ഥയിൽ ഇരുന്ന് കഷ്ടപ്പെട്ട് ചത്തുപോകേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ഇത് ആരെയും ബോധിപ്പിക്കാനുള്ളതല്ല. ഞാൻ എൻ്റെ ബോധ്യത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അത് മറ്റൊരാൾക്ക് ബോധ്യപ്പെട്ട് അയാളെ കയ്യിൽ നിന്ന് യാതൊരു സർട്ടിഫിക്കറ്റും കിട്ടേണ്ട യാതൊരു കാര്യവുമില്ല. അത്രയും സിമ്പിളാണ്. അപ്പം നമ്മുടെ കാര്യങ്ങൾ തുറന്ന് പറയാൻ സാധിക്കുക. ആ തുറന്ന് പറയുന്നതിലൂടെ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തം മാത്രം നോക്കിയാൽ മതി. മറ്റുള്ളവർ നമ്മളോട് പറയുന്ന ഉത്തരവാദിത്തമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത്രയേ ഉള്ളൂ.